ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവ് യേശു ക്രിസ്തുവിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. സാഹചര്യങ്ങൾ അനുകൂലമായാൽ മാത്രം മുന്നോട്ട് പോകാം എന്ന് കരുതി എപ്പോഴും ആശങ്കകളോടെയാണോ നമ്മൾ ജീവിക്കാറ്? കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, കണ്ണുകൊണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം വിശ്വസിക്കുന്ന സാധാരണ ചിന്താഗതിയിൽ നിന്നും മാറി കാണുന്നതിന് മുമ്പ് തന്നെ ഉറച്ച ഒരു വിശ്വാസത്തോടെ മുന്നേറുമ്പോൾ എങ്ങനെ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകുമെന്ന് പഠിപ്പിക്കുന്ന മനോഹരമായ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ 4:48. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. കവർണ്ണഭൂമിയിലെ ഒരു രാജകീയ ഉദ്യോഗസ്ഥൻ മരിക്കാറായ തൻ്റെ മകന് വേണ്ടി ഒരു അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് കിലോമീറ്ററുകൾ നടന്ന് കാനാവിൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നതാണ് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം. യേശു തൻ്റെ വീട്ടിൽ നേരിട്ട് വന്ന് മകനെ തൊട്ട് സുഖപ്പെടുത്തണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. അവൻ പരിഭ്രാന്തിയോടെ യേശുവിനോട് യാചിക്കുമ്പോൾ അവൻ്റെയും ചുറ്റുമുള്ള ആളുകളുടെയും സംശയ ചിന്തകളെ തിരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇത് അരുളി ചെയ്യുന്നത്. കർത്താവ് പറയുകയാണ്, ബാഹ്യമായ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് വിശ്വാസം വരൂ എന്നുണ്ടോ? എന്തുകൊണ്ടാണ് എൻ്റെ വാക്കിനെ വിശ്വസിക്കാൻ മാത്രം നിങ്ങൾക്ക് കഴിയാത്തത്? തുടർന്ന് യേശു അയാളോടൊപ്പം പോയില്ല, പകരം ഒരു വാക്ക് മാത്രം പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ആ മനുഷ്യൻ ആ വാക്ക് വിശ്വസിച്ച് മടങ്ങിപ്പോവുകയും വഴിയിൽ വെച്ച് മകൻ സുഖം പ്രാപിച്ചു എന്ന വാർത്ത അറിയുകയും ചെയ്തു. കർത്താവ് പറഞ്ഞത് ഇപ്പോൾ തന്നെ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ മരിച്ചതായി എഴുതിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന പുതിയൊരു ജനനം അവിടെ പറയുകയാണ്. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാണുന്നതിന് മുമ്പ് വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. യഥാർത്ഥ വിശ്വാസം അത്ഭുതങ്ങൾ കണ്ടിട്ടല്ല ആരംഭിക്കുന്നത്. യഥാർത്ഥ വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പാണ്. പലരും പറയുന്നു, ഒരു അത്ഭുതം കണ്ടാൽ ഞാൻ വിശ്വസിക്കും. പലർക്കും സംഭവിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ നടക്കാത്തത്? കർത്താവ് നേരെ വിപരീതമാണ് പഠിപ്പിക്കുന്നത്. ആദ്യം നീ വിശ്വസിക്കുക, പിന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുക. അത്ഭുതങ്ങൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമല്ല, വിശ്വാസമാണ് അത്ഭുതങ്ങൾ അനുഭവിക്കാനുള്ള ഹൃദയം ഉണ്ടാക്കുന്നത്. അടുത്ത ദൈവവചനം വിശ്വസിക്കാൻ നമ്മൾ പഠിക്കണം. രാജസേവകൻ യേശുവിനോട് വന്ന് എൻ്റെ മകനെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. എന്നാൽ യേശു അവൻ്റെ വീട്ടിലേക്ക് പോയില്ല. അവനോട് പറഞ്ഞു, നിന്റെ മകൻ ജീവിക്കുന്നു, നീ പോകോ. ആ മനുഷ്യർ ആ വാക്ക് വിശ്വസിച്ചു. അതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന തൻ്റെ വചനത്തിലൂടെയാണ്. ഇത് വിശ്വസിക്കാൻ നമുക്ക് ഒരുക്കമാണ്. വിശ്വാസം കണ്ണുകൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് കാണുന്നത്. നമുക്കെല്ലാം മനസ്സിലാക്കണമെന്നില്ല. പ്രാർത്ഥനയ്ക്ക് ഉടൻ മറുപടി ലഭിക്കണമെന്നില്ല. സാഹചര്യങ്ങൾ മാറാൻ അതിൻ്റെതായ സമയം എടുത്തേക്കും. പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു. എന്നാൽ വിശ്വാസമുള്ള മനുഷ്യൻ പറയുന്നു, ദൈവം പറഞ്ഞതിനാൽ ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ ആത്മീയത, പക്വത. വിശ്വാസം ഒരു കുടുംബത്തെയും പൂർണ്ണമായി മാറ്റാൻ കഴിയും. ആ രാജസേവകൻ മാത്രമായിരുന്നില്ല കർത്താവിൽ വിശ്വസിച്ചു. ബൈബിൾ പറയുന്നു, അവനും അവൻ്റെ കുടുംബം മുഴുവനും വിശ്വസിച്ചു. ഒരു വ്യക്തിയുടെ യഥാർത്ഥ വിശ്വാസം കുടുംബത്തെയും അവൻ്റെ സ്വന്തം ബന്ധുമിത്രാദികളെയും സമൂഹത്തെയും സ്വാധീനിക്കും. ഇന്ന് നമ്മുടെ വിശ്വാസം നമ്മുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നമ്മുടെ സമൂഹത്തിനും പ്രത്യാശയുടെ വെളിച്ചമാകണം. ആ ഉദ്യോഗസ്ഥൻ യേശുവിൻ്റെ ഒരു വാക്ക് മാത്രം വിശ്വസിച്ച് തിരികെ നടന്നു പോയതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ദൈവിക ദർശനത്തിൽ മാത്രം വിശ്വസിച്ച് ഇന്ന് തന്നെ നമ്മൾ ഉറച്ച് വിശ്വസിക്കുക, പ്രവർത്തിക്കുക. മാറ്റങ്ങൾ പുറത്ത് കാണുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലാണ് ആ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. യഥാർത്ഥ വിശ്വാസം അത്ഭുതങ്ങൾ കാത്തിരിക്കുന്നതല്ല, ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്. ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ച് ധൈര്യത്തോടെ മുന്നേറുക. ദൈവം പറഞ്ഞ ഓരോ വാഗ്ദാനവും വിശ്വസ്തമാണ്. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, അത്ഭുതങ്ങൾ കണ്ടാൽ മാത്രമാണോ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം മാത്രം മതി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ വിശ്വാസം സാഹചര്യങ്ങളെ ആശ്രയിച്ചാണോ അതോ ദൈവത്തെ ആശ്രയിച്ചാണോ? നമുക്ക് അത്ഭുതങ്ങൾക്കപ്പുറം ദൈവത്തെ വിശ്വസിക്കുന്നവരാകാം. കർത്താവിൻ്റെ
കർത്താവ് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും തൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ നമുക്കെല്ലാവർക്കും നൽകുകയും ചെയ്യട്ടെ. ആമേൻ.